പിശുക്കൻ എന്നുള്ള പദം കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? പിശുക്കൻ അല്ലെങ്കിൽ പിശുക്കി എന്ന് വെച്ചാൽ എന്താണ്? ആവശ്യാനുസരണം എന്താ പണം ചിലവാക്കാത്തവരാണ് നമ്മൾ പൊതുവെ അങ്ങനെ പറയുന്നത്. അപ്പം നമ്മളുടെ ആവശ്യങ്ങൾക്ക് ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് പണം സമ്പാദിക്കുന്നത്, ജോലി ചെയ്ത് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് പണത്തിൻ്റെ കർത്തവ്യം അല്ലേ? അല്ലെങ്കിൽ പിന്നെ ആ പണത്തിന് എന്താണ് ഒരു വിലയും ഉണ്ടാവില്ല. അതെന്താവശ്യമായാലും ചെറുതായാലും വലുതായാലും ചിലരെന്താണ് അങ്ങനെ ചിലവാക്കാൻ മടിക്കും. ഒരു നേരത്തെ ആഹാരം കഴിക്കാതിരുന്നിട്ട് ആ പൈസയും കൂടി മിച്ചം പിടിച്ച് സമ്പാദിക്കുന്ന ഒരു ഭാഗം ആളുകളുണ്ട്, അങ്ങനെ എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് അവർ ഒരു വിവാഹത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ കുടുംബം അതൊന്നും ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതായത് അവരൊന്നിനും വേണ്ടിയിട്ട് പണം ചിലവാക്കില്ല. അപ്പോഴെന്താണ് ഇതിന് ഓപ്പോസിറ്റ് നന്നായി പണം ചിലവാക്കി ആർഭാടത്തോടു കൂടി ജീവിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ ജീവിതം മുന്നോട്ടൊരിക്കലും നന്നായി പോവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ എന്താണ് അത്രയ്ക്കും പണം സമ്പാദിച്ച് സേവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വിവാഹവും ചിലവാണ്, പിന്നീട് അങ്ങോട്ട് ചിലവുകൾ കൂടി വരും. അത് ഇദ്ദേഹത്തെ എന്താണ് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. ചിലപ്പോൾ മനസ്സ് തന്നെ കൈവിട്ടു പോയെന്നിരിക്കും. കാരണം അത്രയും നാളെ അദ്ദേഹം പണത്തിനെ അത്ര കൈകാര്യം ചെയ്ത് അത്ര കറക്റ്റായിട്ടാണ്. അപ്പം വിവാഹത്തോടു കൂടി ആ ചിലവുകൾ വർദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷനുകളൊന്നും നടക്കാതെ വരും. അത് പിന്നെ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മാക്സിമം വിവാഹം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ പണം ആവശ്യത്തിന് ചിലവാക്കിയില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പിന്നെന്താണ് അതിൻ്റെ ആവശ്യം? ഇപ്പം നമുക്കൊരു അസുഖം വന്നാൽ മരുന്ന് മേടിക്കാനായിട്ട് നമ്മൾ പൈസ മുടക്കണം. നമുക്ക് ആഹാരത്തിന് വേണ്ടിയിട്ട് എന്താണ് പൈസ മുടക്കി ആഹാര സാധനങ്ങൾ വാങ്ങിക്കണം. കുട്ടികളാകുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി മുടക്കണം. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് മുടക്കണം. ഇതെല്ലാം ആവശ്യം തന്നെയാണ്. പക്ഷേ അനാവശ്യമായിട്ടൊന്നും ചിലവാക്കുകയും പാടില്ല. ചിലർ കണ്ടിട്ടില്ലേ, ഒരാവശ്യമില്ലാത്ത വസ്തുവാണെങ്കിൽ പോലും വാങ്ങുന്നവരുണ്ട്. ഷോപ്പിങ്ങിന് എന്ന് പറഞ്ഞു പോയിട്ട് കണ്ണിൽ കാണുന്നതെല്ലാം വാങ്ങിച്ചു കൂട്ടുന്നവരുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, അത് ഇവർക്ക് എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമായിരിക്കാം അത് അല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഒരു നിമിഷം അതെടുത്ത് ഇങ്ങനെ വാങ്ങിക്കാൻ പോകുമ്പോൾ ദൈവമേ, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അത്രയും പണം ഉണ്ടാക്കിയത് എന്ന് ചിന്തിക്കുക. ഈ പണം ഇതിനു വേണ്ടി ചിലവാക്കിയില്ലെങ്കിൽ മറ്റെന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാം എന്ന കാൽക്കുലേഷനോടുകൂടി ജീവിക്കുക. അമിതമായി പണം ചിലവാക്കുന്നവരാണെങ്കിൽ. പിശുക്ക് കാണിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അതൊരിക്കലും നിങ്ങൾക്കത് ശാശ്വതമായി നിൽക്കുകയില്ല. നിങ്ങൾ ചെറിയ കാര്യത്തിന് പിശുക്കി ഉണ്ടാക്കുന്നത് എന്താണ്, വലിയ കാര്യങ്ങൾക്ക് ഒരുപാട് തുക ചിലവാക്കേണ്ടി വരും. അങ്ങനെയാണ് ഇതുവരെയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഞാൻ സമ്പാദിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം തീർത്ത് എൻ്റെ ആഗ്രഹങ്ങൾക്കെല്ലാം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു തന്നിട്ട് പിന്നീട് ഞാൻ എൻ്റെ കയ്യിലുള്ള പണമെല്ലാം ദൂർത്തടിച്ച് നന്നായിട്ട് ലാവിഷായിട്ട് ജീവിക്കാം എന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞതിന് ശേഷം വന്നു കഴിയുമ്പോൾ നിങ്ങളൊരു സുപ്രഭാതത്തിൽ അങ്ങ് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എവിടെ? ആ പണം എന്തായി മാറും? ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ലാവിഷടിച്ച് നടക്കുന്ന ആൾക്കാരുടെ കയ്യിലായിരിക്കും നിങ്ങൾ അത്രയും നാളും കഷ്ടപ്പെട്ട് വെച്ചിരിക്കുന്ന പണം ചെന്ന് എത്തിച്ചേരുക. നിങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് തന്നെ അപ്പോൾ എന്തോരം വിഷമിക്കും. ദൈവമേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പിശുക്കി ഉണ്ണാതെ ഉറങ്ങാതെ എന്നൊക്കെ പറയുന്ന പോലെ പിശുക്കി ഉണ്ടാക്കിയിട്ട് അതുപോലെ ഒരുത്തൻ്റെ കയ്യിൽ ചെന്ന് ആ പണം ചേർന്നല്ലോ എന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ ആത്മാവിന് പോലും ശാന്തി ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല.
അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവരും ജീവിതം ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ്. ചെറിയൊരു കാര്യത്തിന് പോലും ഒരു ഫങ്ഷനൊക്കെ വെച്ച് നന്നായിട്ട് എൻജോയ് ചെയ്യണം. കാരണം ഈ കൊറോണ എന്ന ഒരു സംഭവം വന്നതിന് ശേഷം ആ ഒരു അസുഖം നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. അതോടുകൂടി ആൾക്കാർക്ക് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷ കുറഞ്ഞിട്ടുണ്ട്. നാളെ എന്താകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ടെൻഷനുണ്ട്. അതുകൊണ്ട് ഇന്നത്തത് നന്നായിട്ട് ജീവിക്കാം, ഇങ്ങനൊരു കാഴ്ചപ്പാട് പൊതുവെ വന്നിട്ടുണ്ട്. പഴയ രീതിയൊന്നുമല്ല ആളുകളുടെ. അത് നമ്മൾക്കൊരു കല്യാണത്തിനോ മറ്റെന്തെങ്കിലും ഒരു ഫംഗ്ഷനോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആളുകളുടെ രീതികളെല്ലാം മാറിയിട്ടുണ്ട്. കടം മേടിച്ചിട്ടായാലും ജീവിതം ആസ്വദിക്കുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നന്നായി പിശുക്കുന്നവരുണ്ടെങ്കിൽ അത്രയും പിശുക്ക് വേണ്ട, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോട്ടെ. നമ്മളങ്ങനെ നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ട് പൈസ മുടക്കുമ്പോൾ അവർക്കും സന്തോഷം. എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സും സന്തോഷം. മനസ്സ് സന്തോഷിക്കുമ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാനും ആരോഗ്യം കൂടും. ഒരുപാട് പിശുക്കൊന്നും വേണ്ട, അത്യാവശ്യമൊക്കെ നമ്മൾ ചിലവാക്കി തന്നെ ജീവിക്കുക. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. ശരിയല്ലേ? അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പിശുക്ക് കാണിക്കരുത്. അതങ്ങ് ചെയ്ത് തന്നേക്കുക. എത്ര നാൾ കൊണ്ട് പറയുന്നു. ഓക്കെ.